ബഡായി ബംഗ്ലാവിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടി ആര്യ. ആര്യയുടെ വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നത്. ആര്യയുടെ വിവാഹത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങൾ എല്ലാവർക്കും ചോദിക്കാനുമുണ്ട്. ആര്യ ഹിന്ദുവും സിബിൻ ക്രിസ്ത്യനുമാണ്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ വിവാഹം നടക്കുക എന്നതാണ് ആദ്യമായി എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് എല്ലാവരും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആര്യയുടെ വിവാഹം. ആര്യയുടെ വിവാഹം എങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകരെല്ലാവരും അറിയാൻ ആവേശഭരിതരായി കാത്തിരിക്കുകയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. അതിനിടയിൽ തന്നെയാണ് പ്രേക്ഷകർ ഓരോന്നോരോന്നും വിശേഷങ്ങൾ ചോദിക്കുന്നത്. ആര്യയുടെ വിവാഹം ക്രിസ്ത്യൻ രീതിയിലായിരിക്കുമോ ഹിന്ദു രീതിയിലായിരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ രണ്ടു രീതിയിലുമായിരിക്കില്ല എന്നും പറയുന്നുണ്ട്, രണ്ടു രീതിയിലും ആയിരിക്കാമെന്നും പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ ലൈഫ് നയിച്ചിരുന്ന ആര്യ ഇപ്പോൾ പ്രണയത്തിലാവുകയും പ്രണയത്തെ തുടർന്ന് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയുമാണ്. ആ മാറ്റങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കുകയുമാണ്. ആദ്യ പ്രണയ തകർച്ച വിഷാദത്തിലേക്കും പാനിക് അറ്റാക്കിലേക്കും താരത്തിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം കഴിഞ്ഞ ദിവസം ഫോളോവേഴ്സിന് വേണ്ടി ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്യ ഹിന്ദുമത വിശ്വാസിയും സിബിൻ ക്രിസ്ത്യനുമാണല്ലോ. പക്വതയുള്ള മറുപടിയാണ് ചോദ്യത്തിന് ആര്യ നൽകിയത്. തങ്ങളുടെ കുടുംബജീവിതം മതം ഒരിക്കലും ഒരു വിഷയമല്ല. ആര്യ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെ: കുട്ടികളെ എങ്ങനെ മനുഷ്യനാക്കി വളർത്താമെന്നും പഠിപ്പിക്കുകയോ വഴികാട്ടുകയാണ് ചെയ്യേണ്ടത്. ആ ദയ, ഉദാര മനസ്കത, ക്ഷമ, മര്യാദ, സഹനാനുഭൂതി എന്നിവയുള്ളൊരു മനുഷ്യനെ ആയിട്ടാണ് നമ്മൾ വളർത്തേണ്ടത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ മുന്നിൽ മതം പറഞ്ഞാൽ ശരിയാകില്ലല്ലോ, ഞാൻ എൻ്റെ മതം പിടിച്ചു നിന്നാൽ ശരിയാകില്ലല്ലോ, അതൊന്നും തന്നെ ശരിയാകില്ല എന്ന വിശ്വാസമാണ് തനിക്കുള്ളത് എന്ന് പറയുന്നു. ഞങ്ങൾക്കിടയിൽ മതം ഒരു വിഷയമല്ല, ഒരിക്കലും വിഷയമാവുകയുമില്ല എന്നാണ് ആര്യ പറഞ്ഞത്. ഇതുവരെ ഞങ്ങളുടെ വിവാഹകാര്യം ചർച്ച ചെയ്തത് എല്ലാവർക്കും സംശയമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ സംശയമില്ല. ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചും ഒന്നും തന്നെ മറിച്ച് ചിന്തിച്ചിട്ടില്ല. ഏത് രീതിയിൽ വിവാഹം കഴിക്കുമെന്ന് ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം രണ്ട് രീതിയിലുള്ള വിവാഹം ഉണ്ടാകും. അത് ഉണ്ടാകുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എന്നാൽ ഒന്നും തന്നെ തുറന്നു പറയാൻ പറ്റുന്ന രീതിയല്ല. എല്ലാം സർപ്രൈസ് ആക്കി തന്നെയാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും തുറന്നു പറയുന്നില്ല എന്നും എന്തായാലും എല്ലാവരും കാണാത്ത ഒരു വിവാഹം തന്നെ ആയിരിക്കുമെന്നാണ് ഉറപ്പ് നൽകുന്നത്. ആര്യയുടെ വിവാഹം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. വസ്ത്രം കൊണ്ടും മേക്കപ്പ് കൊണ്ടും ഇതുപോലെ ഉള്ള പല കാര്യങ്ങൾ കൊണ്ടും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെ ആയിരിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം. കൃത്യമായി ആര്യയുടെ വിവാഹം എന്നായിരിക്കുമെന്ന് നോക്കിയിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്കെല്ലാം ആര്യ അത്രമേൽ പ്രധാനിയാണ്. ആര്യയുടെ വാർത്തകളും അത്രമേൽ കാതോർത്തിരുന്ന് കേൾക്കുന്നവരാണ്. ആര്യയുടെ ആദ്യകാലം മുതൽ തന്നെ പിന്തുണയ്ക്കുന്നവരാണ്. അത്രമാത്രം അവർക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ആര്യ. അത് കൃത്യമായി പറയാനും സാധിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതി ചേർക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.